അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, എറണാകുളത്തുള്ള ഒരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമാ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്. അതും പറഞ്ഞിട്ടാ വിളിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സുഹൃത്തുക്കളെ. ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി ആണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ അച്ചായൻ എല്ലാവർക്കും അറിയാലോ, തൊപ്പിയുടെ കളിക്കൂട്ടുകാരനായിട്ടുള്ള അച്ചായൻ സൂജൻ വർഗീസ്. അദ്ദേഹത്തിന്റെ ഒരു വിവാഹമൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നടക്കുന്നതിന് മുന്നേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആവുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ വേക്കപ്പുമായി നേരെ അടുത്ത കല്യാണം കഴിച്ച് അടിച്ചണ്ണാക്കി കൊടുത്ത അവസ്ഥയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു മാസ്മരീനീയ പെർഫോമൻസ് പോലെ തോന്നി. 24 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ കല്യാണം കഴിച്ച സമയത്തും ഒരു BMW വിവാദം വന്നു, അതുപോലെ മറിച്ച് മറ്റു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഈ കളവന് ഈ പെൺകുട്ടിയെ കിട്ടി എന്നുള്ള രീതിയിലും കുറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. സീരിയസിൽ അത് ഞാൻ പറയാം, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അവർ ഇഷ്ടംപോലെ കല്യാണം കഴിക്കട്ടെ, പരസ്പരം ഇഷ്ടത്തോടെ ആണെങ്കിൽ ജീവിക്കട്ടെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എന്നാൽ വിവാഹ തട്ടിപ്പ് വരെ നടത്തിയിട്ടുള്ള ആളാണ് അച്ചായൻ എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഈ അച്ചായന്റെ അമ്മാവന്റെ മകളുടെ ഭർത്താവ് രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ബിജു എന്നാണ് അണ്ണന്റെ പേര്. ആ അണ്ണൻ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കൈസിന്റെ ചാനലിലാണ് വന്നിട്ടുള്ള വോയിസ് ഒന്ന് കൊടുക്കാം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ എൻ്റെ വീട് വയനാടാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അവന് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെൻ്റെ, പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറേ ആൾക്കാർ, കുറേ സ്ത്രീകൾ. സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം, അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു താലി കെട്ടും, എന്നിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുമെന്നും പറഞ്ഞ് ഇവനങ്ങ് പോവും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവൻ്റെ അമ്മാവൻ്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാനാണ്, കല്യാണം കഴിക്കാൻ. സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന്, കല്യാണം ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസയും വാങ്ങി, ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ. ഒക്കെ തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവടക്കമുണ്ട്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ, ഇവനെ കല്യാണം നടക്കൂല എന്നറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം നടക്കൂല എന്നറിയുന്നതാണ്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്തു. വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അവന് കാറ് മേടിക്കണം, അങ്ങനെ പല എൻ്റെ അടുത്ത് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവൻ്റെ കമ്പ്യൂട്ടർ, അവൻ്റെ കയ്യിൽ നിന്ന് കുറെ ലക്ഷങ്ങൾ. ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്തോടെ ഉണ്ട്. കുറെ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തുണ്ടായിരുന്നുണ്ടായില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്. ഇവനിതൊന്നും ഒരു പുത്തരിയല്ല. അവൻ ഒരുപാട് തെളിവടക്കം തരാം, തെളിവടക്കം ഉണ്ട്. നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല, തെളിവടക്കം. എന്തായാലും ഞാനിപ്പോൾ വിദേശത്താണുള്ളത്, നാട്ടിൽ വരട്ടെ, തെളിവടക്കം ഞാനത് തരാം. ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള. അവൻ്റെ അമ്മ, തള്ള എന്ന് വെച്ചാൽ അമ്മ, ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല. മദ്യപിക്കാറൊന്നുമില്ല. വിദേശത്ത് നിന്നൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം. വോഡ്കയാണ് വേണ്ടത്, വോഡ്കയാണ് അവരുടെ ബ്രാൻഡ്.
ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ച് പോകുന്നേ ഉള്ളൂ. അവൻ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ഒന്നുമില്ല. തെളിവ് ഞാൻ തരാം, എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തരാം തെളിവ്. ഓക്കെ. സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആരെ പറ്റിച്ചായാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ്. കുറെ കാലം അവന്റെ അമ്മാവന്റെ 2 പെൺമക്കളുണ്ടായിരുന്നു, അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്താ വെച്ചാല് ഇളയ പെണ്ണിനെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ, മൂത്ത പെണ്ണിനെ കെട്ടിയ ആള് ഞാൻ, അതായത് ഗൾഫിലാണുള്ളത്. ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ്. അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക. കുറെ കാലം അവനെ കൊണ്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ. പെങ്ങൾക്ക് മൊബൈൽ വേണം, പൈസ കുറെ വേണം, ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? തെളിവാണല്ലോ നമുക്ക് എന്തിനും വേണ്ടത്. തെളിവടക്കം തരാം. അവന് പൈസ അയച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ രേഖകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഹോസ്പിറ്റലാണെന്നും പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട്. കല്യാണാലോചന വന്നതേ ഉള്ളൂ, അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു, അവൻ്റെ അച്ഛന് സുഖമില്ലെന്നും പറഞ്ഞു. അപ്പം നമ്മളറിയില്ലല്ലോ, നമ്മൾ വിദേശത്താണ്, നമ്മൾ ഖത്തറിലാണുള്ളത്, ഗൾഫിലാണ്. അപ്പം നമ്മളറിയത്തില്ല, നമ്മളതിൻ്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല. ഒരാൾ സുഖമില്ല, ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ്. പിന്നെ ഇവന് പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതെയായി. ഇതൊക്കെ സത്യമാണ്. അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ളൊരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ളൊരു പെണ്ണ്, എറണാകുളത്തുള്ളൊരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്, അതും പറഞ്ഞിട്ടാ വിളിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മയായിരിക്കും. മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? ഇതൊക്കെ ഈ ചാവുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനൊക്കെ. നാട്ടുകാരെ ഊമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാണ്? എന്നിട്ട് അവൻ കുറെ വീഡിയോ ഇടും. ഇതൊക്കെ തന്നെയാണ് അതിന് പറ്റിയത്. എന്താ പറയാ, നശിച്ച ജന്മം എന്ന് പറയില്ലേ, അതാണ് അതൊക്കെ. അത്ര മാത്രമേ പറയാനുള്ളൂ നമ്മളിതിനോടൊക്കെ. നമ്മൾ പറയുന്നതൊക്കെ സത്യമാണ്, നമുക്ക് നുണയൊന്നും വേണ്ട, തെളിവടക്കം തരാം. നമുക്കിപ്പോൾ ഇതിൻ്റെ നുണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഞാൻ അവൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്, അതുപോലെ അതിൽ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണോ ഇനി? എന്താ അച്ചായനെ പറ്റി കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളാണല്ലോ. നിങ്ങൾ പൈസ തട്ടിപ്പ് നടത്തുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇതൊക്കെ വാസ്തവമാണോ? ഇതൊക്കെ ഇനി സത്യമല്ലെങ്കിൽ അച്ചായൻ ഉറപ്പായിട്ട് രംഗത്ത് വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. അച്ചായനെ പറ്റിയിട്ട് ഇല്ലാത്ത അലിഗേഷൻ അടിച്ചിറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കണം. മറിച്ച് സത്യമാണെങ്കിൽ എൻ്റെ പൊന്നച്ചായ നിങ്ങൾ വാ തുറക്കത്തില്ല. വാ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ തേഞ്ഞിട്ടു. ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി തെളിവ് സഹിതം കൊണ്ടങ്ങ് അടിച്ച് അണ്ണാക്കി തരാം, അതോടെ അച്ചായൻ മൂഞ്ചും. അതുകൊണ്ട് മിക്കവാറും ഇതിനുള്ള 2 പോസിബിലിറ്റി ഞാൻ പറഞ്ഞില്ല. ഒന്നുകിൽ അച്ചായൻ മിണ്ടത്തില്ല, മിണ്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചോണം ഇതെല്ലാം സത്യമാണ്. അഥവാ ഇനി മിണ്ടി വന്നു കഴിഞ്ഞാൽ അവർ തെളിവ് കിട്ടിയത്, അതോടെ അച്ചായൻ മൂഞ്ചും. എങ്ങനെ പോയാലും അച്ചായന്റെ കാര്യത്തിൽ തീരുമാനമായി. നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലടെ. ഇനി വേറൊരു കേസ് ഞാൻ പറയാം. അച്ചായന്റെ അമ്മയുടെ ചികിത്സയുടെ പേരും പറഞ്ഞ് അച്ചായന് എത്ര രൂപ വന്നിട്ടുണ്ട് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് മിക്കവാറും പോകും. ഇങ്ങനെയാണ് ഇരിപ്പ് വശമെങ്കിൽ. ഏതൊക്കെ രീതിയിൽ പൈസ വന്നു, പിന്നെ എത്ര രൂപ ചികിത്സയ്ക്കായി, ബാക്കി പൈസ എന്ത് ചെയ്തു, ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴുമാണ് ഇവനൊന്നും ഒരു പൈസ പോലും കൊടുക്കാത്തതിൽ അഭിമാനിക്കുന്നത് ഞാൻ. സുഹൃത്തുക്കളെ, ഉള്ള കാര്യം ഞാൻ പറയാം. ഇനി ഈ കൈസിന്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. സോണി ഷിബു എന്നാണ് ആ വ്യക്തിയുടെ പേര്. ബിജു ചേട്ടൻ വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ കിടന്ന് സമ്പാദിച്ചത് കൊണ്ടുപോയത് മാത്രമല്ല, ഭ്രാന്തുള്ള കുട്ടിയുടെ ഭ്രാന്ത് മറച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസത്തിനുള്ളിൽ ഇതറിഞ്ഞ ബിജു ചേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു.
വീട്ടുകാർ കണ്ടതുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ആ മനുഷ്യന്റെ വേദനകൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർക്ക് അറിയാം. ആ വേദനയോട് ഇപ്പോഴും രണ്ടാമത് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു. 15 ലക്ഷം കടം വീട്ടാൻ പാടുപെടുന്നു. താങ്ക് യു, താങ്കൾ ഈ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ സപ്പോർട്ടീവ് കമന്റ് ഉണ്ട്. അത് കൈസിനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നച്ചായ, നിങ്ങളെ പറ്റിയിട്ട് അന്ന് കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോമഡി ആയിട്ടൊരു വീഡിയോ ചെയ്ത് വിട്ടു. പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് കിളിയൊക്കെ 4 വാക്കി കൂടി പറക്കുന്നത്. ഇത് വാസ്തവമല്ലെങ്കിൽ അച്ഛായ നിങ്ങൾ തെളിയിക്കണം. ഇത് വാസ്തവമാണെങ്കിൽ നിങ്ങൾ മൂഞ്ചും. നാട്ടുകാർ നിങ്ങൾക്ക് പൈസ അയച്ചു തന്നതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും മകളെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കവൻ്റെ പുതിയ വീഡിയോ ഇടണം.